ചില ആളുകൾക്ക് റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കാറില്ല. ഞാൻ സിംഗിൾ ആണ്, എനിക്ക് റിലേഷൻഷിപ്പ് ഒന്നും വർക്കൗട്ട് ആകില്ല എന്ന് പറയുന്ന ഒത്തിരി പേരെ അറിയാം. സോ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന ഈ 3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഡ്രീം റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ മറ്റുള്ള ആളുകളെ വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം. അവന്റെ അത്ര എനിക്ക് ഭംഗിയില്ല, അല്ലെങ്കിൽ അവളുടെ അത്ര എനിക്ക് ഭംഗിയില്ല, എന്നേക്കാൾ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആണ്, കാണാൻ ഭംഗിയുണ്ട്, എല്ലാ കാര്യങ്ങൾ കൊണ്ടും ലക്കിയാണ്, ഇങ്ങനെയൊക്കെ മറ്റൊരു വ്യക്തിയെ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാം. പകരം നിങ്ങളുടെ ക്വാളിറ്റീസിലേക്ക്, നിങ്ങൾക്ക് എന്തെല്ലാം സ്കില്ലാണോ ഉള്ളത്, നിങ്ങൾ എന്തെല്ലാം കാര്യത്തിൽ ബെറ്റർ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. 2, നിങ്ങൾ എങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതായത് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണോ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക. അതിന് നിങ്ങളെ ഏറ്റവും ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് റൈറ്റ് ചെയ്യുക എന്നുള്ളത്. എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണ്, നിങ്ങളുടെ കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും അല്ലെ, ഒരു ക്വാളിറ്റീസ്, അല്ലെങ്കിൽ രൂപഭംഗിയല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ക്വാളിറ്റീസ്. റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കുറെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയായിരിക്കും, എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യും, അങ്ങനെ ഉണ്ടായിരിക്കും. സോ അത്തരം ക്വാളിറ്റീസ് എല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഒരു ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടിയിട്ട് അതെല്ലാം ഒരു ജേർണലിൽ, ഒരു നോട്ട്ബുക്കിൽ റൈറ്റ് ഡൗൺ ചെയ്യുക. 3, നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോർ ബിലീഫ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആകില്ല, സിംഗിൾ ആയിട്ട് ഇരിക്കാൻ തന്നെയാണ് എനിക്ക് പറ്റുള്ളൂ, ഇങ്ങനെയുള്ള ഒരു ബിലീഫ് നിങ്ങളിൽ വളരെയധികം ഉറച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് 3ാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. അതിന് നിങ്ങളെ ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒന്നിലധികമോ അഫർമേഷൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസ് പ്രസന്റ് ടെൻസിലെ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം ഉടച്ചു കളയുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് മാറ്റി ഒരു പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. അത് ഡെയിലി രാവിലെയോ അല്ലെങ്കിൽ നൈറ്റോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. തുടർച്ചയായ ഒരു 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. സോ പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് 3ാമത്തെ സ്റ്റെപ്പ്. സോ അഫർമേഷൻസ് വേണ്ട ആളുകളെ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം. ലവ് മാനിഫെസ്റ്റേഷൻ അഫർമേഷൻ എന്നുള്ളത് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. ആവശ്യമുള്ള ആളുകൾ മാത്രം ടൈപ്പ് ചെയ്തിടുക, അഫർമേഷൻസ് അയച്ചു തരുന്നതാണ്. സോ ഈ ടെക്നിക്ക് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും.